ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുത്തം പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ ഒരു ചേഞ്ച്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡൊക്കെ തോന്നുന്നില്ലേ? എന്നും എൻ്റെ ബെഡ്റൂമിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞിട്ട് പോണേ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ചേഞ്ച് ആവാമെന്ന് വിചാരിച്ചു. ഇതാട്ടോ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ്. അപ്പം ഇവിടെ നമുക്ക് കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പച്ചപ്പും ഹരിതാവും ഒക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പച്ചക്കറി നടുവോ ചെടി നടുവോ ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇന്ന് ഇപ്പോൾ ഇവിടെ വെയിലൊക്കെ ആയി. അപ്പം നമുക്ക് വെളിയിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ നമുക്ക് ഇങ്ങനെ വെളിയിൽ ഓപ്പൺ എയറിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുപോലെ ഇന്നത്തെ എൻ്റെ ഒരു പ്രധാന കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്, എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു, ടിൻറ്റു നിൻ്റെ യൂട്യൂബ് ചാനലിനൊരു പേരില്ല, പേരിടണം, നിനക്കായിട്ടൊരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് സബ്സ്ക്രൈബറുടെ എണ്ണം കൂട്ടി അങ്ങനെ ഒരു യൂട്യൂബർ ആകണമെന്നൊന്നും എൻ്റെ ഒരു ആഗ്രഹമല്ലായിരുന്നു. ഞാൻ കുറച്ച് നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് അതും കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും എനിക്ക് പ്രയോജനപ്പെട്ട് അവരൊക്കെ ഇങ്ങനെ ഇസ്രയേലിൽ വന്ന് ഇങ്ങനെ ഇതുണ്ടോ ഈ ഫ്ലാറ്റുകളിൽ എവിടെയെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ, എന്നിട്ട് ആരെങ്കിലുമൊക്കെ മെസ്സേജ് ഇട്ടിട്ട് ടിൻറ്റു നീ പറഞ്ഞ നോട്ടൊക്കെ വെച്ച് പഠിച്ച് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിനൊരു പേര് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ആ ഒരു കടമ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഇട്ടേക്കുന്നത് ടിൻറ്റു സിനോയിൽ നിന്നാണ്. അപ്പം നിങ്ങൾക്ക് അതുമായിട്ട് യോജിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ഐഡിയാപരമായി എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ കിട്ടുവാണെങ്കിൽ എനിക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വാട്സപ്പിൽ ഇട്ട് തരണം. അതും കൂടെ എനിക്കും കൂടെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനലിൽ അങ്ങനെ ഒരു പേരൊക്കെ ഇട്ട് തുടങ്ങാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിതൊക്കെ നടക്കുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളാണ് എൻ്റെ വിജയം, നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട്, നിങ്ങളാണ് എൻ്റെ എല്ലാം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ മറക്കരുത്, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു പേര് കണ്ടുപിടിച്ച് തരേണ്ട ഒരു കടമ കൂടി നിങ്ങൾക്കുണ്ട്. പഠിക്കുന്നതിനൊക്കെ ഇടയ്ക്ക് ഒരു ഫ്രീ ടൈമൊക്കെ കിട്ടും, മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവണ്ടേ. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു പേരൊക്കെ കണ്ടുപിടിച്ച് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് കണ്ടോ കേട്ടോ, ഇത് ഇസ്രയേലിലേക്ക് വരാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ ഉണ്ടോ, ഫ്ലാറ്റുകളാണ് ഉണ്ടോ, ഈ ചുറ്റും ഫ്ലാറ്റാട്ടോ. ഇത് നമ്മുടെ ഓറഞ്ച് ഒക്കെയാണ്, എല്ലാം തീർന്നു. ഇനിയിപ്പോൾ അടുത്തതാണ്. ഞാൻ വന്നപ്പോൾ സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ ഓറഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഒലിവാണ്, നമ്മൾ കണ്ടിട്ടുണ്ടോ ഒലിവ് കാണാവോ? ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കാണാം. ഒക്കെയാണ് ഒലിവ്. ഇങ്ങനെ പിന്നെ ഒരു സൂത്രം കാണിക്കാം കേട്ടോ നിങ്ങളെ. ആപ്പിളില്ലേ, ആപ്പിളിൻ്റെ പൂവൊക്കെ കണ്ടിട്ടുണ്ടോ? ആപ്പിളിൻ്റെ പൂ, ഇതാണ് ആപ്പിളിൻ്റെ പൂവ്, ആപ്പിൾ മരം, ആപ്പിൾ ട്രീ. ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു വീട്. പിന്നെ ഇത് അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അവിടെ ഇതിൻ്റെ വെളിയിൽ അങ്ങനെ ഒരു പാർക്കാണ്. ഒക്കെ അടിപൊളി. നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയില്ലേ? ഇവിടേക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടണം എന്നൊക്കെ ഒരു തോന്നലൊക്കെ തോന്നുന്നില്ലേ? അപ്പം സമയം കളയാതിരുന്ന് പഠിച്ചോളൂ. ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. ടാറ്റാ, ബൈ ബൈ, സീ യു. വാട്ട് ഈസ് ഡയാലിസിസ്? അതായത് ഫിൽറ്ററിങ് ഓഫ് വേസ്റ്റ് പ്രൊഡക്റ്റ് ഫ്രം ദി ബ്ലഡ് വെൻ ദ കിഡ്നീസ് ഫെയിൽ. അതായത് ഫിൽറ്ററിങ് എന്താണെന്ന് വെച്ചാൽ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് വാട്ട് ഈസ് കിഡ്നി? ആൻ ഓർഗൻ വിച്ച് ഫിൽറ്റേഴ്സ് ദ വേസ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം ദി ബ്ലഡ്. ബ്ലഡിൽ നിന്ന് വേസ്റ്റ് പ്രൊഡക്റ്റിനെ ഫിൽറ്റർ ചെയ്ത് മാറ്റുന്ന സംഭവമാണ് കിഡ്നി. ഹൈ BP, ഹൈ ഡയബറ്റീസ് ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം കിഡ്നി ഫെയിലിയർ ആവുന്നതാണ്. ഈ ഡയാലിസിസ് പേഷ്യൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. BP നമ്മൾ ചെക്ക് ചെയ്യണം ദിവസം 3 തവണ. അതുപോലെ തന്നെ മെഡിസിൻ കൊടുക്കണം ഡോക്ടറിൻ്റെ അഡ്വൈസ് അനുസരിച്ചിട്ട്. അതുപോലെ തന്നെ എല്ലാ 2 ദിവസം കൂടുന്തോറും ഡയാലിസിസ് ചെയ്തിരിക്കണം. അതുപോലെ ലാബ് ടെസ്റ്റ് ചെയ്യണം. ലാബ് ടെസ്റ്റിനകത്ത് പെടുന്നതാണ് ക്രിയാറ്റിൻ, അതുപോലെ സോഡിയം, പൊട്ടാസ്യം, ഹീമോഗ്ലോബിൻ, അങ്ങനെയുള്ള എല്ലാവിധ ടെസ്റ്റുകളും ചെയ്യണം ഈ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ്. നമുക്ക് ഡയാലിസിസിൻ്റെ ആ പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. Dialysis. Dialysis is a process through which waste products
are artificially removed from the blood to compensate for the presence of an abnormally functioning kidney. In a healthy kidney, waste products, excess fluids, and electrolytes such as sodium and potassium are removed from the body in the form of urine. In the case of kidney disease, the loss of kidney function results in the increased accumulation of excess waste, toxins, or fluid in the body, thereby causing other complications such as hypertension, heart failure, pulmonary edema, metabolic acidosis, and hyperkalemia. Dialysis is performed in the following situations. 1. Acute kidney failure, or 2. To remove drugs or poisons from the body. Dialysis could be of two types. 1. Hemodialysis. 2. Peritoneal dialysis. Hemodialysis. This is done with the aid of a dialyzer, which is a machine present outside the body, which removes the toxic substances from the blood. A vascular access site is created by first numbing the area with local anesthesia and creating an arteriovenous graft by connecting one of the arteries with a vein with the help of a plastic tube, or an arteriovenous fistula by directly connecting one of the arteries with a vein. Once the graft or fistula has healed, hemodialysis could be performed for the patient. At the start of the process, 2 needles are inserted into the fistula or graft, allowing a circuit to be set up with the dialyzer. Blood flows out of the body into the dialyzer, which consists of filtering fibers that remove waste products and excess fluid from the blood, and a dialysate which acts as an absorbent solution for undesirable substances in the blood. Blood purified in this manner is returned to the body through the tubing into the second needle at the access site. When the hemodialysis session is complete, the needles and tubing are removed, and the patient is allowed to return home. Peritoneal dialysis is done using the peritoneal lining of the abdomen, without the external removal of blood from the body. A soft catheter is first inserted into the abdomen, near the belly button, creating a port through which the dialysate can enter or leave the abdomen. Each session of the peritoneal dialysis is known as an exchange. The abdominal cavity is first filled with the dialysate, using the catheter for a period of time determined by the doctor. Through the peritoneal membrane, waste products and excess fluid are continuously drawn out of the blood into the dialysate, which ultimately drains into a disposable collection bag during the exchange. രീതിയിലുള്ള ഡയാലിസിസ് ഉണ്ട്. ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ടതേ ഉള്ളൂ. ഹീമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡിലും പെരിറ്റോണിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ തൊട്ടടുത്തുമായിട്ട് ചെയ്യുന്നതാണ്. 800 മില്ലി വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡാണ് നമ്മൾ ഡയാലിസിസിന് ചെയ്യുന്നത്. കിഡ്നി പേഷ്യൻസിൻ്റെ ഡയറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കൻ കഴിക്കാം അവർക്ക്, അതുപോലെ തന്നെ എഗ്ഗ് വൈറ്റ് കഴിക്കാൻ പറ്റും, അതുപോലെ ഫിഷ് കഴിക്കാൻ പറ്റും, ക്യാബേജ് കഴിക്കാൻ പറ്റും, അതുപോലെ തന്നെ മൊസമ്പി കഴിക്കാൻ പറ്റും. ഇത്രയൊക്കെയാണ് കിഡ്നി പേഷ്യൻസിൻ്റെ ഫുഡ് ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്.
അതുപോലെ കിഡ്നി പേഷ്യൻസിന് കഴിക്കാൻ പറ്റത്തില്ലാത്ത ഫുഡുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ വെജിറ്റബിൾസ് ഒന്നും അവർക്ക് കഴിക്കാൻ പറ്റില്ല. അതുപോലെ കുക്കുംബർ കഴിക്കാൻ പറ്റില്ല, ടൊമാറ്റോസ് കഴിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സോർ തിങ്സ് എന്ന് പറഞ്ഞാൽ പുളിയുള്ള സാധനങ്ങളൊന്നും അവർക്ക് കഴിക്കാനായിട്ട് സാധിക്കത്തില്ല. എന്തൊക്കെയാണ് സോർ തിങ്സ്? അതായത് പുളിയുള്ള സാധനങ്ങൾ, ലെമണ്, വിനാഗർ, പിന്നെ പുളി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഈ സോർ തിങ്സ് എന്ന് പറയുന്നത്.